നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ഒരു കുടുംബം മുഴുവൻ കളനാശിനി കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അതിൽ ചികിത്സയിലായിരുന്ന അമ്മയും മകളും മരിച്ചെന്ന വാർത്ത വന്നത്. നമ്മളും ആ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിഷം കഴിച്ചിട്ടുള്ള വീട്ടിലെ ഗൃഹനാഥനും മകനും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് വരുന്ന വാർത്ത ഗൃഹനാഥനും മരിച്ചിരിക്കുകയാണ്. കോട്ടയം കൂരോപ്പടിയിലാണ് കളനാശിനി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ഗൃഹനാഥനും മരിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇനി ആ കുടുംബത്തിൽ മകൻ മാത്രമേ ബാക്കിയുള്ളൂ. ആ മകൻ്റെ നിലയും അതീവ ഗുരുതരമാണ്. ഇതുവരെയായിട്ടും ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. ചികിത്സയിലായിരുന്ന ലാക്കൂട്ടൂർ മറ്റപ്പള്ളി ചിറ്ററപ്പുറത്ത് തോമസ് എബ്രാഹാം എന്ന ജോബി 50 വയസ്സാണ് മരിച്ചിരിക്കുന്നത്. ശനിയാഴ്ച എബ്രാഹാമിൻ്റെ ഭാര്യയും മൂത്ത മകളും മരിച്ചിരുന്നു. മകൻ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടബാധ്യത തന്നെയാണ് ഈ കുടുംബത്തെ മുഴുവൻ ആത്മഹത്യ എന്ന ഒരു ഒറ്റ ചിന്തയിലേക്ക് നയിച്ചത്. അത് തന്നെയാണ് ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണം. ശനിയാഴ്ച പുലർച്ചെ 5:30 തോമസിൻ്റെ മകൾ മരിയ മരിച്ചത്. മകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിന് പിന്നാലെ വൈകിട്ട് 4:00 അമ്മ ജോസ്നയും മരിച്ചു. ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടക്കും. ഇക്കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു സംഭവം നടന്നത്. തിങ്കളാഴ്ച ഉച്ച മുതൽ സഹോദരിയെ ബന്ധപ്പെടാനായി ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നതോടെയാണ് വൈകുന്നേരം ജോസ്നയുടെ സഹോദരൻ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ അവശനിലയിൽ കണ്ടത്. ഇവർക്ക് സമീപം കളനാശിനിയുടെ കുപ്പിയും കണ്ടെത്തി. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായാണ് വിവരം. തോമസ് ഒരു കർഷകനാണ്. ജോസ്ന സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയാണ്. മരിയ മറ്റക്കര HSS സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. മകൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടില്ല. ഏതായാലും ഒരു കുടുംബത്തിലെ 4 പേർ ചേർന്നാണ് ഒരുമിച്ച് ജീവൻ ഒടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇനി മുൻപോട്ട് ജീവിക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ലാത്തതിനാലാണ് ആ കുടുംബം മുഴുവൻ ആത്മഹത്യ എന്നുള്ള വഴി തിരഞ്ഞെടുത്തത്. പക്ഷേ അതിൽ ആ മകനെ ബാക്കിയാക്കി അവർ 3 പേരും മരിച്ചിരിക്കുകയാണ്. മകൻ്റെ നിലയും അതീവ ഗുരുതരാവസ്ഥയിലാണ്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയിലാണ്. ആ മകനെയെങ്കിലും ജീവനോടെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ കുടുംബം. ഇനി എത്രത്തോളം കടമുണ്ട്, എങ്ങനെയാണ് ഇവർക്ക് എത്രത്തോളം കടം വന്ന് എന്നതിനെക്കുറിച്ചൊന്നും ബന്ധുക്കളോ മറ്റോ നാട്ടുകാരോ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.